താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ബിജു ബാലാണ് ഇന്ന് നമ്മളോടൊപ്പം. ബിജി, നമസ്കാരം. കുറേ കാലമായി ഞാൻ ബിജിയുടെ അടുത്ത് ഇന്ന് ഫ്രീ ആണോ നാളെ ഫ്രീ ആണോ അങ്ങനെ ആ സമയം വന്നെത്തി. ഞാൻ എപ്പോഴും ബിജിയോട് ചോദിക്കണമെന്ന് വിചാരിക്കും, ഈ കൊമേഴ്സ് കഴിഞ്ഞൊരു ബാങ്ക് മാനേജറും ഒക്കെ ആയി ഇരിക്കേണ്ട, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്മാൻ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, എങ്ങനെ മ്യൂസിക്കിലോട്ട് വന്നു ബിജി? കൊമേഴ്സ് പഠിച്ചപ്പോൾ ഓർത്ത് കൊമേഴ്സ് പഠനത്തിൽ മാത്രം ഒതുങ്ങിയാൽ മതി, ജീവിതത്തിൽ വേണ്ടാന്ന്, കൊമേഴ്സ് പകർത്തണ്ടെന്ന് വിചാരിച്ചു. അത് അല്ല, പഠനം ശരിക്കും പറഞ്ഞാൽ അതൊരു ഒഴുക്കിലങ്ങ് പോയതാണ്. കൊമേഴ്സ് പഠിക്കാതെ ഏതെങ്കിലും ജോലി, അതിന് അക്കൗണ്ടൻ്റായിട്ട് ജോലി മേടിക്കുക, അങ്ങനെ ഒരു സ്വപ്നമൊന്നും ഉണ്ടായിരുന്നില്ല. 4th ഗ്രൂപ്പിന് ചേർന്നു, പിന്നെ ബികോം, പിന്നെ ബികോം കഴിഞ്ഞപ്പോൾ എംകോം. കോളേജിൽ ഇപ്പോൾ ഈ വയലിനും പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് അഡ്മിഷൻ റെഡി ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ കോളേജിൽ പോയപ്പോൾ ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വെച്ചാൽ മ്യൂസിക് എങ്ങനെ? അവിടുത്തെ മ്യൂസീഷ്യൻ ആയിരിക്കും അല്ലേ കോളേജിലെ? ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു അവിടെ പഠിക്കാൻ. കാരണം ഒരു കൾച്ചറലി റിച്ച് ആയിട്ടുള്ളൊരു ആൽബർട്ട്സ് കോളേജിൽ വളരെ റിച്ച് ആയിരുന്നു. കാരണം നാടക രംഗത്തായാലും മ്യൂസിക്കിൻ്റെ രംഗത്തായാലും ഒരുപാട് മ്യൂസീഷ്യൻസ് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മഹാരാജാസ് കോളേജും ഒക്കെ എല്ലാം നെയ്ബർ റിംഗ് കോളേജസ് ആയതുകൊണ്ടും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻട്രാക്ഷനും ആ ഒരു സമയത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ക്യാമ്പസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ചുകൂടി വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള പിള്ളേരും സ്കൂൾ, പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, ഒരുപാട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും അന്ന് അങ്ങനത്തെ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു. അധ്യാപകരൊക്കെ ഇപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കളെ പോലെയാണ് ഇപ്പോഴും. അന്നത്തെ അധ്യാപകരൊക്കെ എല്ലാവരും നല്ല വിവരമൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ ഇവിടെ എറണാകുളത്ത് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. അപ്പോൾ എൻ്റെ മറ്റൊരു അധ്യാപകൻ നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള ഒരു പ്ലേ ഡയറക്ടറാണ്. അങ്ങനെ ഒരുപാട് വാല്യൂസ് ഉള്ള അപ്പോൾ അത്തരം സമ്പർക്കങ്ങളൊക്കെ ഗുണം ചെയ്യും. അല്ല, സത്യത്തിൽ അത്തരം അധ്യാപകരെ കിട്ടുക എന്ന് പറഞ്ഞാലും വലിയൊരു കാര്യമാണ്. ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത ഒരു ഏതായിരിക്കും ഒരു പാട്ട്, അല്ലെങ്കിൽ ഏതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാട്ട്. എൻ്റെ ഒരു കസിൻ പാട്ട് എഴുതുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ കാഷ്വലായിട്ട് എഴുതും. അത് കൃത്യമായിട്ടുള്ള മീറ്ററോ അങ്ങനെയൊന്നും ഉണ്ടാകും. എനിക്കും കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ ഒരു ആറ്റിറ്റ്യൂഡിൽ പാട്ടുകളൊന്നും അന്ന് ചെയ്തിരുന്നില്ല. എനിക്കറിയാവുന്ന ഒരു രാഗം എടുത്തിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ പാട്ടുകൾ ഇങ്ങനെ തമാശയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. ഭക്തിഗാനങ്ങൾ, ലളിത ഗാനങ്ങളൊക്കെ ആയിട്ട് ചെയ്യും. പലർക്കും ട്യൂൺ ചെയ്യും. അദ്ദേഹം എഴുതിയിട്ട് ഞാൻ ട്യൂൺ ചെയ്യും. ഞങ്ങൾ ചെറിയ മോണോ ടേപ്പ് റെക്കോർഡുണ്ട്, അതിൽ റെക്കോർഡ് ചെയ്തിട്ട് തരംഗിണിക്കൊക്കെ അയച്ചു കൊടുക്കും. വീട്ടിൽ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു വിജയത്തിൽ? വീട്ടിൽ എല്ലാവരും മ്യൂസീഷ്യൻസ് നല്ലോണം പാടുന്നവരൊക്കെയാണ്. അച്ഛനും അത്യാവശ്യം പാട്ട് പാടിയ അങ്ങനെ പാടും. അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം, പേരൻസ് എൻ്റെ മകൻ പഠിക്കണം, എൻ്റെ മകള് പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ റാങ്ക് മേടിക്കുക, അല്ലെങ്കിൽ എഞ്ചിനീയർ, ഡോക്ടർ, അഡ്വക്കേറ്റ്, ഇങ്ങനെ ഒരു മോഹം അങ്ങനെ നമ്മളെ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഒരിക്കലും ജോലി ഇന്നത് വേണമെന്നൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ജോലി ഇപ്പോൾ PG കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ അലഞ്ഞൊരു ഇതെന്നുള്ള രീതിയിൽ ചിലപ്പോൾ അമ്മയൊക്കെ കുറച്ച് ആശങ്കപ്പെട്ടിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. എല്ലാം എപ്പോഴും അമ്മമാർക്ക് അങ്ങനെയാണ്. അതെ, അച്ഛന് അത്തരത്തിലുള്ള വേവലാതി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് വയലിൻ പഠിച്ചിരുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ കച്ചേരികൾക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ വീട്ടിൽ പുരനിറഞ്ഞിരിക്കുന്ന പെങ്ങന്മാരൊന്നും ഇല്ലാതുകൊണ്ട് ഒക്കെ അങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നു. എൻജോയ് ചെയ്ത് കോളേജ് ലൈഫ് പറയാം. പക്ഷെ ആ ഒരു ഫ്രീഡമാണ് നമ്മളെ കുറെ കൂടെ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു, അല്ലേ? ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തരുന്നത്. പിന്നെ അന്നത്തെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അന്നത്തെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത്തരം കാര്യങ്ങളും എല്ലാം. സിനിമയിൽ വന്നതിന് ശേഷം വിജിക്ക് എന്തെങ്കിലും മാറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വിജി പറയുന്നത്? മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളുടെ ഒരു പൊതുവെയുള്ള എക്സ്പോഷർ മാറിയല്ലോ. തീർച്ചയായിട്ടും ഒരു നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഇന്നലെ ശ്രദ്ധിക്കാതിരുന്ന ആൾക്കാർ ചിലപ്പോൾ വളരെ കുറവാണ്. എന്നെ പോലുള്ളൊരു
ആളെ ശ്രദ്ധിക്കുന്നത്, എന്നാൽ പോലും ശ്രദ്ധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ലല്ല, നമ്മൾക്ക് ഇപ്പോഴും ഈവൻ അറബിക് കഥയിലെ മ്യൂസിക് ഡയറക്ടറെ മറക്കാൻ മലയാളിക്ക് പറ്റില്ല. അപ്പൊ അത്തരം ഒരു നമ്മൾ പോലും അറിയാതെ നമുക്ക് അത്തരം ഇമേജുകൾ ചാർത്തപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ മാറാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശ്രമം. അതിന് എന്തൊക്കെ വിജി ശ്രമിക്കും? എൻ്റെ പറഞ്ഞല്ലോ, നമ്മളുടെ ഇൻട്രാക്ഷൻസ് ആണ് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ഓരോ ഘട്ടത്തിലും മാറുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങൾ. സുഹൃത്തുക്കൾ മാറി സ്തുതിപാഠകരാകും, അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ നമ്മളെ അനുമോദിക്കുന്ന ആൾക്കാർ, എന്ത് ചെയ്താലും സൂപ്പർ അളിയാ, സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പൊ അതല്ലാതെ ഉള്ള സുഹൃത്തുക്കൾ തന്നെയായിരിക്കാം നമ്മളുടെ ഒരു ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇവൻ അമ്മ പോലും ഇപ്പോൾ ഒരു അവാർഡ് കിട്ടി കഴിഞ്ഞാൽ അമ്മയ്ക്കൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആകും, അവന് അവാർഡ് കിട്ടി. പക്ഷെ ഞാൻ പറയുന്നത് ആരോടും പറയണ്ട, അവരറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറയും. അപ്പോൾ അത് അത്തരം എക്സൈറ്റ്മെൻറ്റുകൾ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു വ്യായാമം. പക്ഷെ അതൊരു വലിയ എക്സസൈസ് ആണ്. വലിയ എക്സസൈസ് ആണ്. കാര്യം അതിൽ പോയി പെടാതെ നമ്മൾ കാര്യം എവ്രിബഡി അത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അറിയാതെ അതിലോട്ട് പോകും. അതൊരു രസമാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഭ്രമം ഒരു സമയത്ത് ഇല്ലാതാകുന്നൊരവസരം ഉണ്ടാവുമല്ലോ എപ്പോഴും. അത് അങ്ങനത്തെ ഒരു ഇതാണ്, സ്പേസാണ് ഈ ലൈം ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആകുന്നൊരവസ്ഥ വരും. അതിനേക്കാൾ നമ്മളത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പരിപാടി. ഇപ്പം മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കമ്പോസിങ്ങിലോട്ട് വന്നതാണ്. അതും ഇത്രയും വലിയൊരു സിനിമയിൽ ആ എൻട്രി എങ്ങനെയായിരുന്നു ബിജി? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്തു, ഒരുപാട് വർഷം സ്റ്റുഡിയോയിൽ നിന്നു, സ്റ്റുഡിയോയുടെ പൾസ് മനസ്സിലാക്കി, മലയാളി മനസ്സ് മനസ്സിലാക്കി, എന്നിട്ട് തന്നെ നിൽക്കുന്നതാണ് ഒരു സാധാരണ രീതി. അതെ അതെ, അത് വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ചില ആൾക്കാർ, ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ആക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബിജി ഞാൻ പല മ്യൂസിഷ്യൻസ്, പല രാഹുലുണ്ട്, ദീപക് ദേവ് ഉണ്ട്, എല്ലാവരും ഒരു ദിവസം മ്യൂസീഷ്യൻസ് ആവുമെന്ന് എനിക്കറിയാം, മ്യൂസിക് കമ്പോസേഴ്സ് ആവുമെന്ന് എനിക്ക് അറിയാം. പക്ഷെ ബിജിയെ ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല. പെട്ടെന്നൊരു സുപ്രഭാതം ലാൽ ജോസിനെ പോലെ ഒരു ഡയറക്ടറിൻ്റെ പടം ചെയ്യുകയാണ്. അപ്പോൾ അത് എന്താ, ഞാൻ പറഞ്ഞു, നമ്മളറിയാത്ത ഒരുപാട് മ്യൂസീഷ്യൻസ് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ലോ പ്രൊഫൈൽ ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് എനിക്കറിയാം. അവർക്ക് ട്രൂ മ്യൂസീഷ്യൻസ് അല്ലേ? അതെ, അല്ല ഈ സിനിമയിൽ ചാൻസ് കിട്ടലും അത് വേറെ കാര്യമാണ്. അത് ട്രൂ മ്യൂസീഷ്യൻഷിപ്പും സിനിമയിലെ അവസരങ്ങളും തമ്മിൽ ഒരുപാട് അന്തരങ്ങൾ ഉണ്ട്. അപ്പോൾ സിനിമയിൽ വരുന്നവർ മ്യൂസീഷ്യൻസ് ആയിരിക്കാമല്ലോ, അല്ലാത്തവരും ഉണ്ടെന്നുള്ളതാണ് സത്യം. അത് സിനിമയിൽ വരണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു വ്യത്യാസം. ഫസ്റ്റ് ഡിസ്കഷനിലൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യണോ, ഇത് വേണോ? ടെൻഷനേ ഉണ്ടായിരുന്നില്ല, എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ഫിലിം മ്യൂസിക്കിൻ്റെ ഒരു കടുത്ത ഒബ്സർവർ ആയിരുന്നു. ഞാൻ സിനിമ പാട്ടുകൾ എങ്ങനെ ചെയ്യും, ഞാൻ സിനിമ പാട്ടൊരു ഗായകൻ്റെ ശബ്ദത്തിൽ ആസ്വദിക്കുകയായിരുന്നില്ല. ഞാൻ ആ മ്യൂസിക് കമ്പോസർ എങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടാവും എന്നായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്. അങ്ങനെ അതിശയിപ്പിച്ച പാട്ടുകൾ ഏതൊക്കെയാണ്? ഒരുപാട് പാട്ടുകളുണ്ട്, ലക്ഷക്കണക്കിന് പാട്ടുകൾ. പെട്ടെന്ന് എടുത്തു പറയുകയാണെങ്കിൽ 5-6 പാട്ടെന്ന് പറയുന്നത്. എനിക്ക് എന്നെ അതിശയിപ്പിച്ച ഒരു കോമ്പോസിഷൻ എന്ന് ഞാൻ പറയാറുള്ളത് അഹത്തിലെ നിറങ്ങളെ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വല്ലാത്തൊരു വേറൊരു ആംബിയൻസ് നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ കവിതയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആലാപനമാണെങ്കിലും എല്ലാം കൊണ്ടും അതിനകത്തൊരു വല്ലാത്തൊരു അൺറിയൽ ആയിട്ടുള്ളൊരു പ്രപഞ്ചം നമുക്ക് തരുന്നുണ്ട്. അത്തരം ഒരു മാജിക്കൽ മൊമെന്റിലുണ്ടായ പാട്ട് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഹോണ്ട് ചെയ്യുക, എൻ്റെ മ്യൂസിക്കാലിറ്റിയും ഭയങ്കര റിച്ചാണ്. മ്യൂസിക് അബണ്ടൻസ് ഓഫ് മ്യൂസിക് ഉണ്ട് ആ പാട്ടിൽ. മ്യൂസിക്കാലിറ്റി റിച്ചാന്ന് പറയുമ്പം ഇപ്പം പല പാട്ടുകളും കേൾക്കുമ്പോൾ ആ വോക്കൽസിനേക്കാളും നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനിലാണ് ഓർക്കസ്ട്രേഷൻ. അതെന്തുകൊണ്ടാണ്? കാലം ആവശ്യപ്പെടുന്നതാണോ, അതോ മ്യൂസിക്കിൻ്റെ ദിശ മാറിപ്പോകുന്നതാണോ? നോട്ട് തെറ്റിപ്പോകൽ, മാറിപ്പോകുന്നതാണോ? അല്ല, പണ്ട് നമ്മൾ പഴയ പാട്ടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ യേശുദാസ് സാറിൻ്റെ വോയിസ് ഇങ്ങനെ നിൽക്കും, അതിൻ്റെ താഴെ എവിടേക്കോ ഒരു തബലയും ഒരു ബേസ് ഗിറ്റാറും ഒരു വൈബ്രോഫോണും മാത്രം ഉണ്ടാകുന്നൊരവസ്ഥ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ മ്യൂസിക്കിൻ്റെ ഒരു ഡയമെൻഷൻ മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുതിയൊരു അവസ്ഥയിൽ നമ്മൾ കുറച്ചൊരു ഗ്ലോബലായിട്ട് മ്യൂസിക്കിനെ ആക്സസ് ചെയ്യുമ്പോൾ പല മ്യൂസിക്കൽ ജോണേഴ്സും ഒരു പക്ഷേ മൈക്കിൾ ജാക്സൻ്റെ പാട്ട് കേൾക്കുമ്പോഴോ മരിയ കാരിയുടെയോ ബിയോൺസയുടെ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഈവൻ സലിൽ ചൗധരിയുടെ പാട്ട് കേൾക്കുമ്പോൾ പോലും പഴയ പാട്ടുകളിൽ സലിൽ ചൗധരി അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ മ്യൂസിക് ഓർക്കസ്ട്രേഷൻ നമുക്ക് മറ്റൊരു സോങ്ങിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ. സോങ്ങിൻ്റെ തന്നെ ഐഡൻറ്റിറ്റിയിൽ വയലിൻ കൗണ്ടേഴ്സും ഒക്കെ മറ്റൊരു സോങ്ങിൻ്റെ ഒരു റിച്ച്നെസ് നമുക്ക് തരും.
ഇന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതെ, ലാലേട്ടൻ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ വെള്ളവും അലിഞ്ഞ് അപ്പൊ അത്തരം കോൺസെപ്റ്റ്, ഓർക്കസ്ട്രേഷനിലുള്ള കോൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഒരു വെസ്റ്റേണൈസ്ഡ് അഡാപ്റ്റേഷനിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഈ വോയിസോളം തന്നെ അതിൻ്റെ ഓർക്കസ്ട്രൽ BGMസും അതും മ്യൂസിക്കാണല്ലോ, അത് കേൾപ്പിക്കുക. പിന്നെ ചില പാട്ടുകളിൽ അൺഫോർച്ചുനേറ്റ്ലി വരി കേൾക്കാത്ത രീതിയിൽ ഇത് പോകുന്ന രീതിയിൽ അതാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. അത് എനിക്ക് തോന്നുന്നു ഈ എവല്യൂഷൻ്റെ ഒരു കാലഘട്ടത്തിൽ വരുന്ന നമുക്ക് പറ്റുന്ന ചില ആസ്വാദനശേഷി മാറിയെന്ന് തോന്നുന്നുണ്ടോ? ആസ്വാദനശേഷി മാറിയല്ലോ, തീർച്ചയായിട്ടും മാറി. നമ്മൾ അതുകൊണ്ടാണ് പാട്ടുകളുടെ ശൈലി മാറുന്നത്. അതുകൊണ്ടാണ് പക്ഷെ അതിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ കാലഘട്ടത്തിന്റെയാണ്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിരുന്ന ആകെ മലയാള ഗാനങ്ങൾ മാത്രമാണ്. ഇന്ന് പറഞ്ഞാലും ഒരു 10-20 ഭാഷകളുടെ പാട്ടുകളിൽ ഒന്ന് മാത്രമാണ് മലയാളം. അതാണ് വ്യത്യാസം. നമ്മൾ ഏറ്റവും നല്ല ക്ലാസിക് സോങ്സ് ഇനി ഉണ്ടായാൽ പോലും നമ്മൾ പെട്ടെന്ന് അത് മറന്നുപോകും. ചിലപ്പോൾ 20 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അത് പൊടിയിട്ട് എടുക്കും. അത് ചരിത്രം പറയേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു ഈ ഓൾഡ് ഇസ് ഗോൾഡ് എന്നൊക്കെ കുറേ ഈ പഴയ പാട്ടുകളുടെ ഇതുണ്ടല്ലോ, ആരാധകരുണ്ട്. അവര് നമ്മളെ ചുറ്റും കൂടിയെന്ന് നമ്മളെ പലപ്പോഴും കുറ്റം പറയാറുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ബിജി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവരെ കൺവിൻസ്? ഞാൻ പറയുന്നത് പല കാര്യങ്ങൾ. കാരണം ഇത്തരം ഈ പുതിയ സംഗീതം ശ്രദ്ധിക്കപ്പെടുന്നത് അതിന് റീസൺ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, അതിനെന്തോ ഒരു ഫൺ എലമെൻ്റ്, ഒരു പോയിന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ശ്രദ്ധിക്കും. ഇപ്പോൾ തുടക്കം മാംഗല്യം, ഗോപി സുന്ദറിൻ്റെ പാട്ട്, അല്ലെങ്കിൽ ഏത് പാട്ട്, MJ എന്ന പാട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിറ്റ് സോങ്സ് ഹിറ്റാകുന്നതിനൊരു കാരണമുണ്ട്. വി ഷുഡ് എക്സ്പ്ലോർ ദാറ്റ് റീസൺ. അല്ലാതെ ഇത് ഹിറ്റാകുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ശ്രോതാക്കളുടെ സംസ്കാര ശൂന്യത എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ആ ഒരു റീസണാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. വൈ ഇസ് ദിസ് സോങ് എ ഹിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് റീസൺ കിട്ടും. കാരണം അത് മലയാളിയുടെ ഒരു ലിസണറിൻ്റെ ആക്സസിൻ്റെ വിഡ്ത്ത് കൂടി, ഇതൊക്കെ ഒരു വിഷയമാണ്. അതിലൊരു കാരണം. പിന്നെ നമ്മളുടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇത് പഴയത് നല്ലതുള്ളൂ, അപ്പം പുതിയ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ, അത് കേട്ടിട്ടില്ല എന്ന് പറയും. അത് കേട്ടിട്ട് മോശമാണെന്ന് പറയുന്നൊരു ആളുകളുടെ ഒരു ഇത് വന്നിട്ടില്ല ഇപ്പോഴും ഇവിടെ. അത് സത്യമാണ്. കേൾക്കുന്നതിന് മുമ്പേ പ്രതികരിക്കും. പഴയ പുതിയതൊന്നും കൊള്ളില്ല, പഴയത് തന്നെ നല്ലതെന്ന്. പഴയത് നല്ലത് തന്നെയാണ്, ക്ലാസിക്സ് തന്നെയാണ്. പുതിയതിൽ എന്താണ് നന്മ, എന്താണ് മാറ്റം, അത് വേണോ എന്നുള്ള പോലും ചിന്തിക്കാറില്ല. സോഷ്യൽ മീഡിയ ഇതിനൊക്കെ എത്രത്തോളം സപ്പോർട്ടീവാണ്, അതോ അതിന് ദോഷം? പരിധി വരെ സപ്പോർട്ടീവും അതിനുശേഷം ദോഷവുമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഒരു അഡ്രസ്സിങ് എന്ന് പറയുന്ന കാര്യത്തിൽ നല്ല കാര്യമാണ്. പക്ഷെ അതിനുശേഷം ഇവിടെ മാത്രമാണ് നമ്മളുടെ ഇപ്പോൾ ഫേസ്ബുക്ക് കവികളും ഫേസ്ബുക്ക് നിരൂപകരും ഫേസ്ബുക്ക് കഥാകൃത്തുക്കളൊക്കെ വന്നല്ലോ. അവിടെ പക്ഷെ അതിൻ്റെ ക്രിയേറ്റിവിറ്റി എന്തോരം ഉണ്ട്. നമുക്ക് ഫേസ്ബുക്ക് കവികൾ എന്തുമാത്രം അതിൻ്റെ ഒരു കവിയെ നമ്മൾ ആരാധിക്കണം എന്നുള്ള വേറെ കാര്യമാണ്. അതൊരു വിഷയമാണ്, അതൊരു ഇൻസ്റ്റന്റ് പരിപാടിയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു കാര്യം ചെയ്തു, അതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതെ, വേദി ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് പണ്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും പറയാനോ ഒന്ന് ചർച്ച ചെയ്യാനോ ഒരു വേദിയിൽ. ഈ ഓർക്കസ്ട്രേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്വപ്നം ഒരു ചാക്ക് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അതിന്ന് ഐറണിക്കലായിട്ടാണ്, അതിൽ വളരെ കുറച്ച് അല്ലേ ഓർക്കസ്ട്ര മാത്രമേ. അതെ, ആ പാട്ടിന്റെ ഒരു സൃഷ്ടി ജന്മം എങ്ങനെയായിരുന്നു? അതൊരു ഫോക്ക് ടച്ചിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിൽ അത് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ചില പാട്ടുകൾ അങ്ങനെയാണ്. സുഖ്വീന്ദർ സിംഗ് ഒക്കെ ഇല്ലേ ഹിന്ദിയിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആലാപന ശൈലി. അപ്പോൾ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സിംഗിങ് ആണ്, എനർജി നമുക്ക് തരുന്ന ഒരു സിംഗിങ് ആണ്. അപ്പോൾ അത് അന്വേഷിച്ച സിംഗറെ തപ്പിയിട്ടാണ് അരുണിൻ്റെ അടുത്ത് എത്തുന്നതും. അങ്ങനെ കുറേ അങ്ങനെ ഒരു ഇത് ഹണ്ട് നടത്തിയിട്ടാണ് അരുണിൻ്റെ അടുത്ത് എത്തുന്നത്. പിന്നെ പാട്ട് ഇത് മാർട്ടിനാണ് അതിൻ്റെ ഡയറക്ടർ. മാർട്ടിന് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഇത് മാർട്ടിൻ സംസാരിച്ചപ്പോൾ തന്നെ അതൊരു അവൻ ബേസിക്കലി ഒരു മ്യൂസിക്കിനോട് നല്ല താല്പര്യമുള്ള ആളാണ് മാർട്ടിൻ. മാർട്ടിൻ്റെ ചേട്ടനൊരു ഗായകനാണ്. അപ്പോൾ ബിജി, ഞാൻ പടം ചെയ്യുമ്പോൾ എനിക്ക് ഒരു നല്ല പാട്ടെങ്കിലും വേണം. വീട്ടുകാരെ നിൻ്റെ പടം ചെയ്തിട്ട് ഇത് ഇങ്ങനത്തെ പാടാണെന്ന് ചോദിപ്പിക്കരുത്. അപ്പോൾ ഒരു നല്ല മ്യൂസിക്കൽ സോങ് കൂടി ആവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് അത് ഉണ്ടായത്. ഓരോ പാട്ടിനും എത്രത്തോളം സമയം, എത്രത്തോളം ടെൻഷൻ, ശരിക്കും ഒരു മിനിമം അങ്ങനെ ഒരു സമയമുണ്ടോ? അതോ പാട്ടുകൾ പലതും എനിക്ക് തോന്നുന്നത് ഒരു മേ ബി ഒരു 10-20 മിനിറ്റ്സിൽ ഉണ്ടാകുന്നതാണ് മിക്ക പാട്ടുകളും. നമ്മളതിനു വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പാട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ കവിതയൊക്കെ എഴുതി കിട്ടുകയാണെങ്കിൽ അത്ര പോലും സമയം വേണ്ട ശരിക്കും. പക്ഷെ നമ്മളത് പ്രിപ്പയർഡായിട്ടിരിക്കുക.
എന്താണ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യപ്പെട്ടിരുന്നാൽ കറക്റ്റ് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് എപ്പോഴും നമ്മുടെ ഇൻ്റലിജൻസും കൂടി വേണം. കാരണം ഇത് നമ്മൾ ഈ പഴയ പാട്ടുകൾ സിഗ്നേച്ചർ വേണം, നമ്മുടെ ക്രിയേറ്റിവിറ്റി എപ്പോഴും വേണം. പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഇല്ലാത്തതായിരിക്കണം. ഇങ്ങനെയുള്ളൊരു ഇൻ്റലിജൻസ് എപ്പോഴും നമ്മൾ ഒരു മാസ്റ്റർ എപ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതിനൊരു ഇത് മാത്രം മതി. കോളേജും ഫ്രണ്ട്സും അതൊക്കെ ഒരുപാട് കാലം കൊണ്ട് സൂക്ഷിക്കാറുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ അലുമിനി നടത്തിയിട്ടുണ്ടോ, അതോ നിങ്ങളൊക്കെ കൂടാറുണ്ടോ? സത്യം പറഞ്ഞാൽ അലുമിനി നടത്തേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ്. പലപ്പോഴും ആഴ്ചയിലോ മാസങ്ങളിലോ അലുമിനി സംഭവിച്ചു പോവാറുണ്ട്. അലുമിനികൾ പലപ്പോഴും ഇപ്പോൾ സ്കൂളിൽ പഠിച്ച കുട്ടികൾ, പക്ഷേ കോളേജിൽ കൂടെ പഠിച്ച സ്ത്രീകളെല്ലാം കല്യാണം കഴിഞ്ഞ കുട്ടികൾ മെൻസ് കോളേജിലാണ്. അൺഫോർച്ചുനേറ്റ്ലി 7 കൊല്ലം ഞാൻ അവിടെ ഹോമിക്കപ്പെട്ട എൻ്റെ യൗവനം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ല. പക്ഷെ സ്കൂളിൽ പഠിച്ച ഒരുപാട് പേര് ഇപ്പോൾ ഈ ഫേസ്ബുക്കും മറ്റുമൊക്കെ വന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കുറേ പേര് വളരെ ഒരു അല്ല, പക്ഷെ +2 കഴിഞ്ഞിട്ട് വീട്ടിലൊരു മിക്സഡ് കോളേജിൽ പഠിക്കണമെന്ന് ചെറിയൊരു ആവശ്യം വെക്കാറുന്നില്ലേ? സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ആ ഒരു സമയത്ത് SLCക്ക് കൃത്യം ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. 365 ശതമാനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് 3rd ഗ്രൂപ്പിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. അപ്പോൾ 4th ഗ്രൂപ്പ് ആവാം. പിന്നെ കസിൻസൊക്കെ 4th ഗ്രൂപ്പ് എടുക്കുന്നുണ്ട്. 4th ഗ്രൂപ്പ് എപ്പോഴും എളുപ്പമല്ല അത് കിട്ടാൻ. അപ്പോൾ എനിക്ക് ആകെ കാർഡ് വന്നത് ആൽബർട്ട്സ് കോളേജിലാണ്. അപ്പം അങ്ങനെ അവിടെ കയറി. പിന്നെ അങ്ങനെ ലക്ഷ്യം വേറെ ആയതുകൊണ്ട് പഠിത്ത സൈഡിൽ കൂടെ പോകുന്നു വിചാരിച്ചു. പിന്നെ അവിടെ സാറുമാരൊക്കെ പറയാം, നീ ഇവിടെ തന്നെ ആയിരുന്നു, നിനക്ക് സീറ്റ് ഉണ്ടാവും എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ആർട്സ് കോട്ടയിൽ ഇങ്ങനെ. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് നമ്മളെപ്പോഴും ഇപ്പം മെൻസ് കോളേജാണോ കോ എഡ്യൂക്കേഷൻ കോളേജാണോ എന്നുള്ളതല്ല, നമ്മളവിടുത്തെ ആംബിയൻസുമായിട്ട് നമ്മൾ സ്റ്റിക്ക് ഡൗൺ ആയി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് എല്ലാ ഫ്രണ്ട്സും അങ്ങനെ തന്നെ എല്ലാവരും കൂടെ തന്നെ. അല്ല, യവനും ഹോമിക്കപ്പെട്ടതിലുള്ള വിഷമം ഞാൻ പങ്കുവെച്ചതാണ്. വിജിയുടെ ലവ് മാരേജ് ആയിരുന്നില്ലേ? അപ്പം എവിടെ വെച്ചാണ് കണ്ട്? വളരെ സംസാരിക്കാത്ത ഒരാളാണ് വിജി. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, എങ്ങനെയായിരുന്നു? കോയിൻസിഡന്റലായിട്ട് കണ്ടതാണ്. ഒരു ഫെസ്റ്റിവലിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെ വെച്ചിട്ട് ശാന്തി ഒരു ഡാൻസറാണ്. ഡാൻസ് അങ്ങനെ കണ്ടു. പക്ഷെ അത് അങ്ങനെ ഞാൻ ഫോളോ ചെയ്ത് എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യാനുള്ളൊരു ത്വരയൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കോയിൻസിഡൻ്റലി പല വേദികളിൽ വെച്ചും പല ഇതിൽ വെച്ചും ഞങ്ങൾ കാണാനിടയാകുകയും അങ്ങനെ ഒരു അപ്പോഴാണ് ഗ്രാജ്വലി അതുവരെ പ്രേമിക്കാനുള്ളൊരു പക്വതയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴാണ് അതൊരു എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും. പിന്നെ ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിൻസിഡൻസ്, ആ സമയത്ത് തന്നെ ഒരു കല്യാണാലോചന ഇവളുടെ തന്നെ മറ്റൊരു ഫ്രണ്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ കുറേ പക്ഷെ അന്ന് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അതിനകത്ത് എൻകറേജ് ചെയ്തില്ല. പിന്നെ അതെങ്ങനെ ബിൽഡപ്പ് ചെയ്തു? പിന്നെ അല്ല, അത് ഈ ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാലത്ത് ഞാൻ ജോലി ചെയ്യില്ല എന്ന് വീട്ടുകാർ തീരുമാനിച്ചു. അതുകൊണ്ട് അങ്ങനെ ആ സമയത്ത് പിന്നെ അത്യാവശ്യം ചെറിയ വർക്കുകളൊക്കെ ആയി ചെയ്ത് തുടങ്ങിയിരുന്നു. ഇപ്പം TV കൊമേഴ്ഷ്യൽ മ്യൂസിക് ആഡൊക്കെ ഒരുപാട് ആഡ് ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ചൊരു സെക്കൻഡ്സുകളാണ്. അപ്പോൾ എത്രത്തോളം അത് കോൺസെൻട്രേറ്റ് ചെയ്യണം? അത് രസകരമായിട്ടുള്ള അനുഭവമാണ്. ഞാൻ ഒരുപാട് ആഡുകൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്തോടത്തോളം ഇപ്പോൾ പലപ്പോഴും കുട്ടികളുടെ ബാഗ്സ്, കുടകൾ, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, ടെക്സ്റ്റൈൽസ്, അപ്പോൾ എല്ലാത്തിനും ഓരോ രീതികളാണ്. അപ്പോൾ അത് 30 സെക്കൻഡ്സ് കൊണ്ട് ഒരാളെ ഇംപ്രസ് ചെയ്യുക, എന്തെങ്കിലും ഒരു ലിറ്റ്മസ് വേണം. അതെ, കറക്റ്റ്. അപ്പോൾ അത് ഇംപ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു മാജിക് മ്യൂസിക്കിൽ മാത്രമല്ല, ശരിക്കും ഫിലിം മേക്കിങ്ങിലും വേണ്ടതാണ് അത്, ഈ ആഡ് ഫിലിം. അങ്ങനെ അപ്പോൾ ആ ഫിലിം മേക്കിംഗ് തന്നെയാണ് മ്യൂസിക്കിൻ്റെ കൗതുകത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക് മാത്രം കൊണ്ട് അങ്ങ് മാജിക് ഉണ്ടാക്കി കളയാനൊന്നും നടക്കില്ല. എപ്പോഴും പാട്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമായിട്ട് മ്യൂസിക് ശ്രദ്ധിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, സിംഗേഴ്സിനെന്ന് പറഞ്ഞാൽ ഒരു പാട്ടിന് റെമ്യൂണറേഷൻ കുറവാണെങ്കിലും അവർക്ക് സ്റ്റേജ് ഷോ ഉണ്ട്, ലൈവ് ഷോ ഉണ്ട്, അവരെ എങ്ങനെയെങ്കിലും ദേ ക്യാൻ മാനേജ് ആൻഡ് ദേ വിൽ മാനേജ്. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു കമ്പോസർ എങ്ങനെയാണ് ആ ഒരു മണി മാനേജ്മെൻറ്റ്, നെഗോസിയേഷൻ ഉണ്ടോ, എങ്ങനെയാണ് അത്? അതോ കുറേ പൈസ എനിക്ക് തോന്നുന്നു പണ്ടത്തേക്കാളും ഒക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും
പഠിക്കാം ഇപ്പം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം മൊത്തത്തിൽ ഇപ്പം പണ്ടെന്ന് പറഞ്ഞ റെമ്യൂണറേഷൻ, അത് കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ പുറകെ നടക്കും. ഇപ്പോൾ യൂണിയൻ ഉണ്ട്, നമുക്ക് കിട്ടേണ്ട കാര്യം നമുക്ക് മേടിക്കാൻ പറ്റും നമുക്ക് യൂണിയൻ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് പലപ്പോഴും അതൊരു ബാഡ് ഡെറ്റ് ആയിട്ട് അവരും ചെയ്യാറില്ല. അതൊരു ഡീസൻസി ആയ പ്രൊഫഷണലിസം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും. അപ്പോൾ ആ പ്രൊഫഷണലിസം സിനിമയിൽ വന്നു പണ്ടത്തേക്കാൾ എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ട്. കാരണം ഈ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഇത്ര തുക നമ്മളെ കയ്യിൽ വേണം എന്ന് പറയുന്നൊരു പ്രിക്കോഷൻ, പണ്ടത്തെ പോലെ വെറുതെ ഒരാളുടെ ഡേറ്റും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറയുന്നൊരു പരിപാടി ഇപ്പം എനിക്ക് തോന്നല്ല നടക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊഫഷണലിസം എല്ലാത്തിലും, ഇപ്പം മാനേജ്മെന്റിലും എല്ലാത്തിലും പ്രൊഫഷണലിസം എല്ലാം. ഇപ്പോൾ പൈസ ആണെങ്കിലും അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ്, ബ്ലാക്ക് മണി കുറവാണ്, എല്ലാവരുടെയും അക്കൗണ്ടിൽ അങ്ങനെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു അറിവിൽ. സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ വേണമെന്ന് ആദ്യമായിട്ട് എപ്പോഴാണ് ബിജി ആലോചിച്ചത്? സ്വന്തമായിട്ട് സ്റ്റുഡിയോ വേണമെന്ന് ഇപ്പോൾ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ചെറിയ വർക്കുകളും ചെറിയ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് എൻ്റെ ഒരു നേരത്തെ പറഞ്ഞ എൻ്റെ കോളേജ് മേറ്റ് ഉണ്ട് രാജശേഖർ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോൾ രാജശേഖർ ഈ ഒരു ടെക്കിയാണ്, പുള്ളി ആദ്യം സ്വയം ഒരു കമ്പ്യൂട്ടർ മേടിച്ച് അഴിച്ച് പൊളിച്ചിട്ട് അതിൻ്റെ പണി പഠിച്ചിട്ട് പുള്ളി സർവീസിങ് തുടങ്ങി അങ്ങനെ വെരി ക്രിയേറ്റീവ് പേഴ്സൺ. അപ്പോൾ പുള്ളി ഒരു ദിവസം അവൻ്റെ അടുത്ത് ഒരു CD കൊണ്ടുവന്നിട്ട്, ഒരു സോഫ്റ്റ്വെയറിൻ്റെ CD കൊണ്ടുവന്നിട്ട്, ബിജി ഇതൊരു സൗണ്ട് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ ആണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എന്നിട്ട് അങ്ങനെ അവൻ ആ ഒരു കേക്ക് വാക്ക് എന്നുണ്ട് അന്ന് എല്ലാവരും ഉപയോഗിച്ചിരുന്നു, മ്യൂസീഷ്യൻസ് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നവർ. അപ്പോൾ അത് അങ്ങനെ അവൻ മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് കേക്ക് വാക്ക് അത് ഇട്ടിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു പരസ്യത്തിൻ്റെ ഡെമോ ഞാൻ ചെയ്തു. കൊളംബോ അംബ്രല്ലയുടെ അതാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെയൊക്കെ സഹായത്തോടെ അത് ചെയ്ത്, ഇവൻ അത് കൃത്യമായിട്ട് അതിൻ്റെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ കാരണം അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു ഹോം സ്റ്റുഡിയോ ഞാനും അവനും കൂടി ഇട്ടു. ചെറിയ വർക്കുകളൊക്കെ അതിവിടെ കലൂര് പാലായിട്ട്. പക്ഷെ ഈ കഥ പറയുമ്പോൾ എത്ര വർഷം മുമ്പ്, 22 വയസ്സിൽ ഏകദേശം ഒരു സ്റ്റുഡിയോ കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ അത് ശരിക്കും രാജശേഖരന്റെ സപ്പോർട്ട് തന്നെയാണ് അതിനകത്ത്. അപ്പോൾ അവനും ഞാനും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇത് വരുമ്പോൾ ഉടനെ അവനെ വിളിക്കും. കാരണം എനിക്ക് ഇതിന്റെ എൻഡ് പ്രൊഡക്ഷൻ മാത്രമേ അറിയുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിവൈസിലൊരു എറർ വന്നു ഉടനെ അവനെ വിളിക്കുകയായി. അങ്ങനെ എൻ്റെ പരിപാടികൾ മാത്രം. അപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് കയറി ചെന്നുള്ളൊരു ടെക്നിക്കൽ അവയർനെസ് അക്വൈൻറ്റൻസ് ഞാൻ ഒരിക്കലും സെർച്ച് ചെയ്യാറില്ല. അത് പക്ഷെ വലം കൈയായിട്ടൊരു സുഹൃത്തുള്ളതുകൊണ്ട് വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ പലപ്പോഴും വിളിക്കാറില്ല. എൻ്റെ ഏറ്റവും ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും, എൻ്റെ ഏറ്റവും ആഴത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറേ ഇല്ല. അപ്പോൾ അത് അത്തരം ഒരു തുടക്കം അങ്ങനെയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു മ്യൂസിക് കമ്പോസർ എന്ന രീതിയിൽ എനിക്ക് അത്ര ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് പുറമേ നിന്നുള്ള വർക്കുകൾ, ഇപ്പോൾ ഇങ്ങനെ സ്റ്റുഡിയോ ഉണ്ടാവും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ പുറത്തുനിന്ന് മ്യൂസിക് കമ്പോസേഴ്സ് ഒന്ന് ചെയ്യുക, ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് മാത്രം ഇരിക്കുക എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് TV ജിംഗിൾസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ രണ്ടും കൂടി ചെയ്യുന്ന ഒരു പാക്കേജ് പരിപാടി തുടങ്ങിയത്. ശരിക്കും ഈവൻ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് തന്നെ അറബിക് കഥ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ സിനിമയിലെ ഒരു കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെ ബിജി തന്നെ ആലോചിച്ചു അതോ പാടുന്ന? അതെ, എന്ന് വെച്ചാൽ താരകമലരുകൾ സുജാചിയും വിനീത് ശ്രീനിവാസനുമാണ്. ദാസേട്ടൻ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ട് പാടി. യേശുദാസ് സാറ് വരുന്നതെന്ന് വെച്ചാൽ ലാലുവേട്ടൻ പറഞ്ഞു, നിന്റെ ഫസ്റ്റ് പടമല്ലേ, നിനക്ക് വേണമെങ്കിൽ ഈ തിരികെ ഞാൻ എന്നുള്ള പാട്ട് ശരിക്കും വിനീതിനെ കൊണ്ട് പാടിക്കാമെന്ന് ഞങ്ങളിങ്ങനെ വെറുതെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓ ശരി. അപ്പോൾ ലാലുവേട്ടൻ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ദുബായിൽ, ഞാൻ ഡെമോ ഒക്കെ ചെയ്ത് ദുബായിൽ കൊണ്ടുപോയി അവിടെ കൂട്ടുകാരൊക്കെ അവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ ആയി. ബിജി പാടിയാൽ ഇതെങ്ങനെയാണ്, ഇത് ദാസേട്ടനെ കൊണ്ട് പാടിക്കാമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ലാലുവേട്ടനും എന്നോട് പറഞ്ഞു, നിനക്ക് ഫസ്റ്റ് സോങ് ഇല്ലേ, നീ ദാസേട്ടനെ കൊണ്ട് വേണമെങ്കിൽ പാടിച്ചോ, അതൊരു നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ സന്തോഷം തോന്നി. അന്ന് സുഹൃത്തുക്കൾക്ക് നൊസ്റ്റാൾജിയ തോന്നിയെങ്കിൽ ഇന്ന് താരപ്പകിട്ടിൻ്റെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ വേണ്ടി 2 വരി പാടും. ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോൾ തിരപുൽകും നാടെന്നെ തിരികെ വിളിക്കുന്നു ഇളനീരിൻ മധുരക്കിനാവായി. തിരികെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി
ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. എന്തു നല്ല പാട്ടാണ്. അത് കവിതയും വളരെ സ്ട്രോങ് ആണ്. അത് ആ കവിതയിൽ തന്നെ ഉണ്ട് നൊസ്റ്റാൾജിയ, അല്ലേ, ആതുരത്വം തോന്നുന്ന ആ പാട്ട്. ശരിക്കും ഇത് നമുക്ക് ഇത്രയും തോന്നണമെങ്കിൽ റിയൽ ഒരു NRIക്ക് എത്രമാത്രം പേര് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഒരാള് ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു NRI ആണ്. എനിക്ക് പരിചയം പോലും ഇല്ലാത്ത എവിടെന്നോ നമ്പർ തപ്പി എന്നെ വിളിച്ച് പറഞ്ഞ അതിശയോക്തിയോടെ പറഞ്ഞതാണെങ്കിലും ഒരു സുഹൃത്ത് പറഞ്ഞു പുള്ളി US-ലായിരുന്നു, പുള്ളി ജോലി നിർത്തി പോരാൻ വൺ ഓഫ് ദ റീസൺസ് ഈ പാട്ടാണെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം അങ്ങനെ ഒരു ഇപ്പോഴും ദുബായിലൊക്കെ പോയിട്ട് ഇത് സ്റ്റേജിൽ പാടുമ്പോൾ ആൾക്കാർ വല്ലാതെ ഒരു ഇമോഷൻ ഷെയർ ചെയ്യാറുണ്ട്. ആദ്യത്തെ പാട്ട് നമ്മളൊക്കെ ഒരു സാധാരണ ഒരു ട്രൂലി സ്പീക്കിംഗ് 5 സിനിമ ചെയ്ത് ആയിരിക്കും ലാലേട്ടൻ, മമ്മൂക്ക, എന്തൊക്കെ പറഞ്ഞാലും ലെജൻഡ്സ് ആർ ഓൾവേസ് ലെജൻഡ്സ്. ഈവൻ ട്രൈ ചെയ്യുന്നത് അഭിനയത്തിന് വേണ്ടി. പക്ഷെ ആദ്യത്തെ പാട്ടിൽ ദാസേട്ടന് ചിലപ്പോൾ ഒരു 5 പാട്ട് കഴിഞ്ഞായിരിക്കും ദാസേട്ടൻ്റെ അടുത്ത് പോയി ദാസേട്ടനെ ഒന്ന് റെക്കോർഡിങ്ങിന് വിളിക്കാമോ എന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത്രയും വലിയൊരു ലെജൻഡിനെ കൊണ്ട് ആദ്യത്തെ സിനിമയിൽ പാടിച്ചപ്പോൾ ഒരു ടെൻഷൻ എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ആ പോയിന്റിലാണ് എനിക്ക് ശരിക്കും നെഞ്ചിടിപ്പ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് അദ്ദേഹം ചെന്നൈയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് എടുക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം പാടാൻ വരുന്ന സമയത്താണ് എൻ്റെ അത് സന്തോഷം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യം മലയാളികൾക്ക് ഒന്ന് കാണാൻ പറ്റിയ മതി എന്ന് ഞാനൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ. പക്ഷേ ഈസ് ഒരു പ്രൊഫഷണൽ സിംഗറാണല്ലോ അദ്ദേഹം. നമ്മളെ വളരെ കാമായിട്ട് അത് ടേക്ക് കെയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഭംഗിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. നമ്മളെ കംഫർട്ട് സോണിൽ കൊണ്ടുപോകും അല്ലേ? എന്ന് പറയാം. ഒരു പരിധി വരെ സോണിൽ കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ നമ്മളൊരു ടോക്കറ്റീവ് ആവാൻ അദ്ദേഹം സമ്മതിക്കില്ല. സ്റ്റുഡിയോയിലെ ഒരു സീനിയർ ആയിട്ടുള്ള തീർച്ചയായിട്ടും നമ്മളെങ്ങനെയാണ് ഉള്ള ആളാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ രീതി അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വാത്സല്യത്തോടെ അദ്ദേഹം അത് ചെയ്തു. പാട്ട് കഴിഞ്ഞിട്ട് ദാസേട്ടൻ എന്താണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് ഒരു 1-2 മണിക്കൂർ അദ്ദേഹം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ നീ വോയിസ് നല്ലോണം ചെയ്യണം, നിൻ്റെ വരികൾ അത് കേൾക്കണം, പാട്ടിൻ്റെ വരികൾ, കാരണം എന്നാലേ കാലത്തെ അതിജീവിക്കുള്ളൂ. ഇപ്പോഴത്തെ മിക്സിങ് പോലെ ബേസ് ഗിറ്റാറും മറ്റേതും എല്ലാം കൂടി കൂട്ടിയിട്ട് പാട്ട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വരരുത്. കാരണം ഇതൊരു നല്ല കവിതയാണ്, കവിത നല്ല ട്യൂണാണ്. അപ്പോൾ ആൾക്കാർ കേൾക്കുക, അപ്പോഴേ ഒരു എക്സ്പ്രഷൻ ഫീല് ആൾക്കാർക്ക് കിട്ടുള്ളൂ. അത് നീ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം എന്നപോലെ കുറേ അദ്ദേഹം ഉപദേശവും ഒക്കെ ആയിട്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർ, നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരുപാട് പാട്ട് സൃഷ്ടിച്ചു, ഒരുപാട് അഭിപ്രായങ്ങളും പുകഴ്ത്തിയും ഒക്കെ പറയും. പക്ഷേ വീട്ടിലൊരു നല്ല കലാകാരിയാണ് ഇരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ശാന്തി ക്രിട്ടിസൈസ് ചെയ്യൂ? ഹെൽത്തി ക്രിറ്റിസം അതോ ബിജിയേട്ടൻ ചെയ്യണ എല്ലാ പാട്ടും അങ്ങനെയൊന്നും പറയാറില്ല. ഇഷ്ടമാണെന്ന് പറയും, ക്രിറ്റിസിസവും കുറവാണ്. പക്ഷേ ചില പാട്ടുകൾ ഞാൻ ട്യൂൺ ചെയ്തിട്ട് ഒരു ഡെമോ ചെയ്തൊക്കെ വീട്ടിൽ കൊണ്ടുപോയി മെയിലിൽ ഡൗൺലോഡ് ചെയ്തൊക്കെ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ ചില പഴയ പാട്ടുകളിലേക്ക് ചില ചായ വരുമ്പോൾ അവൾ പറയും അത് അതുണ്ടോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റേ പാട്ട് ചിലപ്പോൾ അത് മിടിക്കുകയാണ്, അവിടെ ട്രിഗർ ചെയ്ത് പഴയ പാടി ഇതിൻ്റെ ഒരു ഇതുണ്ടോ നോക്കിയിട്ട്. അപ്പോൾ അത് നമ്മളറിയാതെ വന്നതായിരിക്കും. അപ്പോൾ അത് പിറ്റേ ദിവസം തന്നെ ഒന്ന് പൊളിച്ച് വേറൊരു ഇതാക്കുക. അങ്ങനെ അത്തരത്തിലൊരു ഇത് രസകരമായിട്ടുള്ളൊരു ഹെൽപ്പ് കിട്ടാറുണ്ട്. വളരെ ഈ വിലയിരുത്തിക്കൊണ്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. എൻ്റെ രസകരമായൊരു ചോദ്യം ബിജി കളഞ്ഞു. ശരിക്കും ഞാൻ ഇങ്ങനെ പാട്ടിന്റെ ഛായ വരുന്നത് എന്തുകൊണ്ടാണ്? അത് അങ്ങനെ ഒരു കോപ്പി ആണോ, ഇൻസ്പിറേഷൻ ആണോ? കോപ്പി, ചിലർ കോപ്പി അടിക്കും, ചിലര് പിന്നെ ഛായ സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരു രാഗം ബേസ്ഡ് ആണെങ്കിൽ ആ രാഗത്തിൽ ചെയ്യുന്ന എല്ലാ പാട്ടിനും സാമ്യങ്ങളുണ്ടാവും. അത് രാഗത്തിൽ അതല്ലേ വരാവൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനൊരു തുടർച്ച ഉണ്ടാവും. ഇപ്പോൾ ആനന്ദഭൈരവി എന്ന് പറയുന്ന പടത്തിൽ ഇപ്പോൾ ആറാട്ടിനാനകളെഴുന്നള്ളി കൈ നിറയെ വെണ്ണത്തരാം വാൽക്കണ്ണെഴുതി, ഇതൊക്കെ തുടർച്ച പോലെ നമുക്ക് പാടാൻ പറ്റും, ഒരു പാട്ട് പോലെ. ഒരേ രാഗത്തിൽ കോപ്പിയല്ല, അത് രാഗത്തിന്റെ ഇതാണ്. പിന്നെ നമുക്ക് ആകെ ഒരു ഒക്ടേവിലൊരു 12 നോട്ടുകളേ ഉള്ളൂ. ഈ 12 നോട്ടിൽ വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ അത് പ്രോബിലിസ്റ്റിക് ആയിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പലരും ഇപ്പോൾ പുതിയ പാട്ടുകൾ രാഗാധിഷ്ഠിതം ആകാറില്ല പലപ്പോഴും. കോപ്പി ഞാൻ പേഴ്സണലി അങ്ങനെയാണ്. ഇപ്പോൾ മോഹനരാഗത്തിൽ
ഒരുപാട് ദേവരാജൻ മാഷന് 30-ലേറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എത്രയോ പാട്ടുകളുണ്ട്, എത്രയോ പാട്ടുകൾ. അപ്പോൾ നമ്മൾ മോഹനത്തിൽ ഇനി ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. അത് ചിലപ്പോൾ പിന്നെ ഈ ഫേസ്ബുക്കുകാരൊക്കെ ഇരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, കേൾക്കാനല്ലല്ലോ, പാട്ട് കേൾക്കാനല്ല. ഇത് കോപ്പി ചെയ്താണെന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ അന്വേഷണം. അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് ഒരെണ്ണം കിട്ടും. അങ്ങനെ ഒരു ബോക്സും ഇട്ട് എടുക്കണം, വന്ന ഉടനെ രണ്ടിലും തയ്യാറാക്കി സദ്യ വിളമ്പുവാണ്. ഒരു കോപ്പിങ് എന്ന് പറയുന്നത് അതൊരു ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ്, അത് പേഴ്സണൽ ഇഷ്യൂ ആണ്. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ മറ്റൊരാൾ കോപ്പി ചെയ്താൽ പോലും ആ പാട്ട് ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. പലപ്പോഴും നമ്മളിപ്പോൾ ചില പാട്ടുകൾ, ഇപ്പോൾ ഇക്കാലത്ത് മാത്രമല്ല കോപ്പി അടിയെന്നുള്ളത്, പല കാലത്തുണ്ട്. പക്ഷേ ചില പാട്ടുകൾ കോപ്പി അടിക്കപ്പെട്ട പാട്ടിനേക്കാൾ വളരെ മോശമായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷെ കോപ്പി ചെയ്താൽ പോലും ഒറിജിനൽ സോങ്ങിനേക്കാൾ മെച്ചപ്പെട്ട കോപ്പി അടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കോപ്പി അടി എന്നാൽ പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. ഞാൻ കോപ്പി അടി കേട്ടാലും ഞാൻ ഇങ്ങനെയാണ് നോക്കാറുള്ളത്. അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അതിനും ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കുക, ഒരു ട്രാക്കിനെ എങ്ങനെ അപ്പീലിംഗ് ആക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ. ബിജിയുടെ അവാർഡ്സ് നോക്കിയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് എപ്പോഴും ഒരു അതാണ് കൂടുതൽ ആൾക്കാരും. പാട്ടും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അതുക്കും മേലെ. സത്യത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, എന്താണ് അതിൻ്റെ ഒരു വർക്ക് എങ്ങനെയാണ്? ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് സിനിമയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പാട്ടുകൾ എന്ന് പറയുന്നത് ഏത് സമയം പാട്ടുകൾ എപ്പോഴും ഒരു അൺറിയൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. പാട്ടൊരു നായകൻ നിന്ന് പാടുന്നു എന്ന് പറയുന്ന ഒരു അൺറിയൽ കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്ഷേ അതിൻ്റെ ഒരു മൂഡിന് വേണ്ടി ലോകത്താകമാനം ചെയ്യുന്നൊരു സ്കോറിംഗ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്ന് പറയുന്നത്. പാട്ടുകൾ ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ഉള്ളൂ. ഫിലിമിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ശ്യാമപ്രസാദ് സാർ പറയും, മ്യൂസിക് ഇസ് ദ ഇന്നെവിറ്റബിൾ ഈവിൾ ഫോർ എ മൂവി എന്ന് പറയും. ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാപമാണ് മ്യൂസിക് എന്ന്. പാപമാണ് അത്. മ്യൂസിക് ശരിക്കും സിനിമയിൽ ആവശ്യമില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇനി ഭാവിയിൽ ഫോറിൻ സിനിമ പോലെ ഇനി സെപ്പറേറ്റ് ആൽബം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മാത്രമായിട്ട് വരൂ? ഇപ്പൊ തന്നെ പോകുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം പാട്ട് ഇല്ലാത്തൊരു കാലം വന്നാലും നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റില്ല. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും, സിനിമ എപ്പോഴും റിയലിസ്റ്റിക് അല്ലല്ലോ. അതൊരു ഡ്രാമയാകാം, അതൊരു ഓപ്പറയാകാം, അതൊരു കലാരൂപമായതുകൊണ്ട് പാട്ടുകൾ, ചില സിനിമയിൽ പാട്ടുകൾ രസകരം തന്നെയാണ്. ഇപ്പോൾ ഓപ്പറയിൽ പാട്ടുണ്ടല്ലോ, കഥകളിയിൽ പാട്ടുണ്ട്, നാടകത്തിൽ പാട്ടുണ്ട്. അപ്പോൾ അതേപോലെ പാട്ടുകളാവുന്നു. പക്ഷെ റിയൽ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഇപ്പോൾ സാധാരണ ഒരു ജോലിക്ക്, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് അവന് അവൻ്റെ ഡ്രോയിൽ നിന്ന് കാശ് ഒരുത്തം കട്ടുകൊണ്ട് പോയാൽ അവിടെ അവനൊരു പാട്ട് പാടും അല്ലേ പണ്ട്. സിനിമയിൽ ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ അവിടെ വീട്ടിൽ വന്നിട്ടൊരു നിരാശജനകമായിട്ടൊരു പാട്ട് പാടുകയാണ്. പക്ഷെ ഇന്ന് അത് പറ്റില്ല. അല്ല, നമ്മുടെ ശരിക്കും പറഞ്ഞ റിയൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറെ സിറ്റുവേഷൻ റിയാലിറ്റിയിലോട്ട് പോവാ. നമ്മൾ റിയലില് നമ്മുടെ കാശ് അടിച്ചുകൊണ്ട് പോയാൽ ആരൊക്കെ പാടാൻ പറ്റുക? അവിടെ ശ്യാമപ്രസാദ് സാർ ഒരിക്കൽ പറഞ്ഞത്, സോങ് എന്ന് പറയുന്നത് വരികളുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കണം എന്നല്ല. അത് നല്ലൊരു എക്സ്പ്രഷനാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ എപ്പോഴോ ഒരു കവിത വരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ തന്നെ. അതിനുശേഷം വീണ്ടും കവിതകളില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്. അതൊരു സോ നമുക്കൊരു സീൻ, ഒരു മൊണ്ടാഷ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു കവിത ഉപയോഗിച്ചൊരു തെറ്റൊന്നുമില്ല. അങ്ങനെ ഓരോ കോൺസെപ്റ്റുകളാണ്. ഭാവിയിൽ എന്ത് വരും, കാരണം നമ്മൾ ഒരു പക്കാ റിയലിസ്റ്റിക് സ്വഭാവത്തിലേക്ക് നമ്മുടെ സിനിമ മാറിയിട്ടില്ലല്ലോ ഇപ്പോഴും. വളരെ കുറച്ച് പടങ്ങളല്ലേ ഉള്ളൂ. എന്നാലും പണ്ടത്തെ ഒരുപാട് മാറി. റിയാലിറ്റി ഷോ ആസ് എ മ്യൂസീഷ്യൻ എങ്ങനെയാണ് ബിജി നോക്കുന്നത്? റിയാലിറ്റി ഷോ എന്തെങ്കിലും ഗുണമുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതൊരു ഷോ ബിസിനസ് എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്ന ചാനലിനും അതിൽ ജഡ്ജായിരിക്കുന്ന ഇപ്പം ഞാനടക്കമുള്ളവർക്ക് കുറച്ച് പൈസ കിട്ടും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. ചാനലിൻ്റെ ഒരു ബിസിനസ് ഷോ തന്നെ ആയിരിക്കും അത്. പിന്നെ അതിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റ്, സിംഗേഴ്സ്, അവരൊന്നും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ റിയാലിറ്റി ഷോയിൽ പാടുന്ന പാട്ടുകൾ നമുക്ക് മുമ്പേ ഉള്ള ലെജൻസ്, ചിത്ര ചേച്ചിയാലും സുരാജ് ചേച്ചിയാലും ജാനകിയമ്മ, സുശീലാമ്മ, വാൻ, ഇവരൊക്കെ പാടിയ പാട്ടുകളാണ് ഈ കുട്ടികളെ ഇരുന്ന് എപ്പോഴും എടുത്ത് പാടുന്നത്. ഇവരെ എത്രത്തോളം സ്റ്റുഡിയോ ഒരു റീപ്രൊഡക്ഷൻ ഉണ്ട് ഇവർക്ക്? അതിൽ 90% ഫെയിലിയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ 10% ഉണ്ട് അപ്പോഴും. 10% നമ്മൾ എങ്ങനെ കണ്ടെത്തും?
അറ്റൻഡ് അല്ല നമുക്ക് ഇപ്പോൾ ചാനലുകൾ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള സിംഗിങ്, നമുക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സിംഗിങ് നമുക്കൊരു വരി കേട്ടാൽ അറിയാൻ പറ്റും. അത് നമുക്കിപ്പോൾ പഴയ പാട്ട് പാടിയാൽ പോലും നമുക്ക് അറിയാൻ പറ്റും, അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവിടെ നമ്മൾ ചെയ്തു. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡെമോ പാടിച്ച് നോക്കാം. പലപ്പോഴും അത് പരാജയമാകാറുണ്ട്, പക്ഷെ പലപ്പോഴും അത് വിജയവും ആകാറുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അരുൺ, അങ്ങനെ പിന്നെ അജീം, ജോബ് കുര്യൻ, അങ്ങനെ ജോബിനൊക്കെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ശൈലിയുള്ളൊരു ക്രിയേറ്റീവ് സിംഗിങ് ഉള്ളൊരു. ജോബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇടുക്കി കൂടുതൽ ഈ പാട്ടിന് എങ്ങനെ ജോബിനെ കാസ്റ്റ് ചെയ്തു? ജോബ് പാടിയാൽ മതിയെന്ന് ബിജി തീരുമാനിക്കാൻ ബിജി മാഷിക്കും കൂടി ഇരുന്ന് തീരുമാനിച്ചു, അത് ബിജി നേരത്തെ ഇല്ല എൻ്റെ ഈ പാട്ട്? ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സിംഗിങ് ആര് വേണമെന്നുള്ളത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ ആഷിഖ് എന്നോട് പറഞ്ഞത് ഒരു ലെജൻഡറി സിംഗർ ആണെങ്കിൽ നന്നായിരിക്കും, കാരണം ഒരു മാണിക്യച്ചിറകുള്ള പഴയ ഒരു വിൻറ്റേജ് കൈൻഡ് ഓഫ് ലിറിക്സ് ആണല്ലോ അതിൻ്റെ. അപ്പോൾ നമുക്ക് SP ബാലസുബ്രഹ്മണ്യത്തെ പോലെയുള്ള ഒരു ലെജൻഡറി സിംഗറിനെ കൊണ്ട് പാടിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ ഞാൻ പിന്നീട് ഓർത്തു നമുക്ക് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു യങ് സിംഗർ, നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന, നമുക്ക് നമ്മളുടെ വരുതിയിൽ പാടുന്ന സിംഗറിനെ അതേ കമ്മ്യൂണിക്കേഷൻ. അതെ. അപ്പോൾ ജോബ് ഞാൻ സജസ്റ്റ് ചെയ്തു. ആഷിക്കും സന്തോഷത്തോടെ അത് ചെയ്യാണ് ചെയ്തത്. എനിക്ക് എപ്പോഴും വിജയെ എനിക്ക് തോന്നുന്നു ആ സിനിമ ആ പാട്ട് കേട്ട് ഞാൻ എൻജോയ് ചെയ്തപ്പോൾ വിജി എന്ന് കാണുമ്പോൾ ബിജി 2 വരി പാട്ട് പാടിത്തരണം. എന്തായിരുന്നു ആ പാട്ടിൽ? വളരെ നാടൻ ശൈലിയാണത്. നാടൻ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻസ് ഞാൻ പറഞ്ഞത് നാടൻ പാട്ടിൻ്റെ ഒരു അറ്റയറായിരുന്നു ആ പാട്ടിൽ. അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ സിനിമ അങ്ങനത്തെ ഒരു ടെക്സ്ചറായിരുന്നല്ലോ. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ദുരന്ത സൂചകമായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്വരങ്ങൾ അതിനുവേണ്ടി ആഡ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ അത് ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത്, നീ തന്നെ പാടിയാൽ മതി. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇത് ചെയ്തത്. അപ്പോൾ അതിനുള്ള സമയം ഉണ്ടായിരുന്നു, മറ്റൊരു പാട്ടുകാരനെ ആശ്രയിക്കേണ്ട, നീ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1-2 ദിവസം കൊണ്ട് കമ്പോസ് ചെയ്ത് ഓർക്കസ്ട്ര ചെയ്ത് മാസ്റ്റർ ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ അങ്ങനെ 2 വരി പലേരി മാണിക്കം. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണൊരു തീ പാതിരാ നീന്തി കടന്ന പാട്ട്. ശരിക്കും നമ്മൾ പെട്ടെന്ന് ഇന്റർവ്യൂ ഞാൻ ഏതോ നാട്ടിൻപുറത്തോട്ട് പോയി അല്ലേ. പാട്ടിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ സിംഗിങ്. ശരിക്കും പറഞ്ഞാൽ നല്ല പാട്ടുകാരി ഒരു ലൈവ് ഷോയ്ക്ക് വന്ന് അനങ്ങാതെ നിന്ന് പാടിയാൽ പ്രേക്ഷകരെ ആസ്വദിക്കുന്നുണ്ടോ, അതോ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണോ ഈ വിഷ്വൽ സിംഗിങ്? ശരിക്കും നമ്മളുടെ മാറിയ കാലഘട്ടം നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗ്ലോബലി ഉള്ളൊരു ആക്സസിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് ശരിക്കും അത്. പഴയ നമ്മളുടെ എല്ലാ ലെജൻഡറി സിംഗേഴ്സൊക്കെ വളരെ ജാനകിയമ്മയൊന്നും അനങ്ങാതെ നിന്നിട്ട് ചുണ്ടുപോലും അനങ്ങുന്നത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സാണ് അല്ലേ. ഒരുപക്ഷെ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹോളിവുഡ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രിയാണ്. അതുപോലെ എല്ലാ സ്ഥലത്തും ഈ എൻ്റർടൈൻമെൻറ്റ് ഏരിയ വളരെ റിച്ചായിട്ട്. പണ്ടത്തെ പോലെ ആർട്ടിസ്റ്റ് ദരിദ്രരല്ല ഇപ്പോൾ. ആർട്ടിസ്റ്റ് എപ്പോഴും റിച്ചാണ്, എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് അവർക്ക് പൈസ കിട്ടുന്നു. അപ്പോൾ ഈ ആളുകളെ എൻ്റർടൈൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബബ്ലിംഗ് ആയിട്ടുള്ള പാട്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള നൃത്തച്ചുവടുകൾ പാട്ടുകാർ ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ബിജി ഒരു സിംഗർ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരു സിംഗറായി മാറി. ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ മനസ്സിലൊരു ഡാൻസർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പുറത്ത് എൻ്റെ കൈയും കാലും നോക്കുമ്പോൾ എനിക്ക് എന്തിനാണ് ഈ കൈയും കാലം എന്ന് പറയാൻ ഞാൻ ചിന്തിച്ചത്. അത്തരത്തിലുള്ള മനസ്സിലും ഒരു ഡാൻസറുണ്ട്, വീട്ടിലും ഒരു ഡാൻസറുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നേരത്തെ കൊമേഴ്സ് ഉപേക്ഷിച്ച പോലെ ഡാൻസും നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. സിനിമയിൽ ഇതുവരെ മാറണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ? അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. ഓരോ സിനിമയും തന്നെയാണ്. ഇപ്പോൾ ഒരു സിനിമ മറ്റൊരു സിനിമയിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഒരു സിനിമയിൽ മാറണമെന്ന് കരുതുന്നത് മറ്റേ സിനിമയിൽ മാറണ്ടെന്നായിരിക്കും നമ്മൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ബിജിയുടെ ക്യാരക്ടറിൽ മാറണം എന്ന് തോന്നിയിട്ടുള്ള എന്താ? ദേഷ്യം വരുമോ പെട്ടെന്ന്? അതോ അല്ല, എനിക്ക് ദേഷ്യം പെട്ടെന്ന് പണ്ട് വരുമാനം തോന്നുന്നു. എൻ്റെ അച്ഛനൊക്കെ മുൻകോപിയാണ്, ഭയങ്കര മുൻകോപിയാണ്. അനിയനും മുൻകോപിയാണ്.
പക്ഷെ അത്രയും അവരുടെ ഇടയിൽ സമാധാനക്കാരനായ എനിക്കില്ല. പക്ഷെ ഇറിറ്റേറ്റ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ ഇപ്പം അത് കുറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറേയൊക്കെ അതിനെ വിജയിക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പരിധി വരെ. എന്നാലും ഇടയ്ക്കൊക്കെ പ്രഷർ കൂടാറുണ്ടെന്നുള്ളൂ, പക്ഷെ വളരെ കുറവാണ്. വളരെ പഴയ കാലത്തെ പാട്ടുകളിൽ ഏറ്റവും വിജയ അതിശയിപ്പിച്ച പാട്ടിലെ 2 വരി പാടിക്കൊണ്ട് നമുക്ക് അതിശയിപ്പിക്കുന്നതിനേക്കാൾ ലവ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതിൽ നമ്മൾ ഇപ്പോഴും സ്നേഹിക്കുന്ന പാട്ടുകൾ, പഴയ താരാട്ട് പാട്ടുകളാണ് എനിക്ക്. കാരണം ഇപ്പോൾ ഇവരൊക്കെ പാടിയ ഓർമ്മയും പിന്നെ എൻ്റെയൊക്കെ ജൂനിയർ കസിൻസൊക്കെ വരുമ്പോൾ അമ്മുമ്മയൊക്കെ തന്നെ പാടി കേൾപ്പിച്ച പാട്ടുകൾ ഞാനും കേട്ടിട്ടുണ്ടെന്നുള്ളൊരു ഓർമ്മ അങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ പാട്ടുപാടി ഉറക്കാം ഞാൻ, അതുപോലെ ഊഞ്ഞാല ഊഞ്ഞാല ഓമനക്കുട്ടൻ ഓലോലം കുളങ്ങരെ താമര വലയം കൊണ്ടൂഞ്ഞാല താനിരുന്നാടും പൊന്നൂഞ്ഞാല ഊഞ്ഞാല ഊഞ്ഞാല. വിജയ്, താങ്ക് യു സോ മച്ച്. വലിയൊരു മ്യൂസിക്കൽ ജേർണി ആയിരുന്നു. ഒരു ഇൻ്റർവ്യൂവിനപ്പുറം ഐ എൻജോയ്ഡ് എ ലോട്ട്. സമയം പോയതും കൂടി അറിഞ്ഞില്ല. ഞാനും അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. വളരെ ചെറിയൊരു സ്പാൻ കഴിഞ്ഞ പോലെ ഇപ്പോഴും ഫീൽ ചെയ്യണുള്ളൂ. താങ്ക് യു സോ മച്ച്.